ഹലോ ലോയിറ്റെ, അപ്പോൾ ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവീസ് നോക്കിയാലോ. ആദ്യത്തെ ഫിലിം എന്ന് പറയുന്നത് ഇൻടു ദ വൈറ്റ് എന്നുള്ള ഫിലിമാണ്. അതൊരു 2012 ഇറങ്ങിയൊരു ഫിലിമാണ്. അത് ബേസിക്കലി ഒരു സർവൈവൽ ഫിലിമാണ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിൽ ബ്രിട്ടീഷ് ആൻഡ് ജർമ്മൻ ഏവിയേറ്റേഴ്സിൻ്റെ പ്ലെയിൻ തമ്മിൽ ക്രാഷ് ആയ ശേഷം അതിൽ നിന്ന് അവർ ഒരുമിച്ച് സർവൈവ് ചെയ്യുന്ന ഒരു ഫിലിമാണ് ഇൻടു ദ വൈറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ സർവൈവൽ സ്റ്റോറി. Let's face it, we're all going to die here. സോ നമ്മുടെ രണ്ടാമത്തെ ഫിലിം എന്ന് പറയുന്നത് ബലൂണാണ്. അത് 2018 റിലീസായൊരു പടമാണ്. സോ ഇതൊരു ത്രില്ലർ ഡ്രാമയാണ്, ഡയറക്റ്റഡ് ബൈ മൈക്കൽ ഹെർബിൻ. ഓക്കെ, ആൻഡ് അത് ബേസിക്കലി അതിന് കണ്ടന്റ് എന്ന് പറയുന്നത് സ്റ്റാസ്ലിക് അല്ലെങ്കിൽ വെറ്റ്സൽ ഫാമിലീസ് നമ്മുടെ എന്താ പറയുക ജർമ്മൻ ബോർഡർ GDR to വെസ്റ്റ് ജർമ്മനിയിലേക്ക് സെൽഫ് മെയ്ഡ് ആയിട്ടൊരു ഹോട്ട് ബലൂൺ യൂസ് ചെയ്ത് ക്രോസ് ചെയ്യുന്ന ഒരു പടമാണ് ഈ ബലൂൺ എന്ന് പറയുന്ന ഫിലിം. 200 Meter weiter und die wären drüben gewesen. Die werden sich schön in den Arsch gebissen haben. Den gesamten Umkreis von 500 Metern absuchen. Ich will, dass auch der kleinste Fetzen dokumentiert wird. Die Medikamente. Und die haben unsere Fingerabdrücke an der Gondel. Wir hätten das nicht tun dürfen. Günther, die Stasi ist hinter uns her. Die geben keine Ruhe, bis die uns geschnappt haben. Wir könnten doch noch mal einen Ballon bauen. Wenn ihr mitmacht, dann können wir es schaffen, das weiß ich. നമ്മുടെ തേർഡ് മൂവി എന്ന് പറയുന്നത് ദർ ഉണ്ടർഫാൽ അല്ലെങ്കിൽ ദർ ഉണ്ടർ ഗാങ് ആണ്. സോ അത് ബേസിക്കലി പറയുന്നത് അതിൻ്റെ തീം എന്ന് പറയുന്നത് ഹിറ്റ്ലറിൻ്റെ ലാസ്റ്റ് 10 ഡേയ്സിൻ്റെ കാര്യങ്ങളാണ് അതിൽ പരാമർശിക്കുന്നത്. 56 ബർത്ത്ഡേക്ക് ഓൺ April 20, 1945 എന്താ പറയുക ഹിറ്റ്ലറിൻ്റെ സൂയിസൈഡിൻ്റെ കാര്യങ്ങളാണ് അത് നരേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ബേസിക്കലി ദർ ഉണ്ടർ ഗാങ് അല്ലെങ്കിൽ നമ്മുടെ ദർ ഉണ്ടർഫാൽ എന്ന് പറയുന്ന ഫിലിം ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Die Kinder ja auch. Aber die Kinder. Ob du diesen Brief erhältst, weiß ich nicht. Unsere Idee geht zugrunde und mit ihr all das, was ich Schönes und Gutes in meinem Leben gekannt habe. Die Welt, die nach dem Nationalsozialismus kommt, ist nicht mehr wert, darin zu leben. Und deshalb habe ich auch die Kinder hierher mitgenommen. Trink, trink! Wir müssen raus aus Berlin, Eva. Du musst ihn überzeugen. Die Lebensmittelversorgung von Berlin wird zusammenbrechen. സോ നമ്മുടെ ഫോർത്ത് ഫിലിം എന്ന് പറയുന്നത് ഹൂ ആം ഐ എന്ന് പറയുന്ന ഒരു പടമാണ്. ഇതൊരു ഹാക്കറിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയുന്നത്. ആൻഡ് ദ ക്യാരക്ടർ ഈസ് ബെഞ്ചമിൻ, ഒരു കമ്പ്യൂട്ടർ ജീനിയസ് ആണ്. ആൻഡ് ഹി ഇൻവൈറ്റഡ് ടു ജോയിൻ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പുള്ളിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് ഓൾസോ എ ഫെയിം സീക്കിംഗ് ഹാക്കർ ഗ്രൂപ്പാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് പുള്ളിക്കാരനെ അസോസിയേറ്റ് ചെയ്യുന്നു ആൻഡ് ആഫ്റ്റർ ഹി ഗോട്ട് മർഡർ. ഇതാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. ആൻഡ് അതാണ് നമ്മുടെ തേർഡ് ഫിലിം ഹൂ ആം ഐ എന്ന് പറയുന്നത്. Aber im Netz gehörte ich dazu. Hacken ist wie Zaubern. Bei beiden geht es darum, andere zu täuschen. Die Fahrscheine bitte. Max war das komplette Gegenteil von mir. Souverän, charismatisch, ein Gewinner. Man darf sich nicht hinter seinem Rechner verstecken. Größte Sicherheitslücke ist der Mensch. Okay. Je dreister man war, umso mehr konnte man erreichen. Wir hackten alles, was wir in die Finger bekamen. Jetzt machen wir eine Aktion, die alles stoppt. Der BND. And the next film is Knocking on Heaven's Door. സോ അത് രണ്ട് ഇല്ലായിട്ടുള്ള ഇൻക്യൂറബിൾ ആയിട്ടുള്ള ഡിസീസിലെ ഇല്ലായിട്ടുള്ള 2 പേഴ്സൺസിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർ എന്താ പറയുക അവരുടെ ലൈഫ് സ്പാൻ തീരുന്നതിന് മുമ്പ് എന്താ പറയുക ആ ഒരു നോർത്ത് പ്ലേസ് ഫുള്ള് ജേർണി ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, സീഷോസ് എക്സ്പ്ലോർ ചെയ്യുക, അതായിരുന്നു അവരുടെ എയിം എന്ന് പറയുന്നത്. സോ അവരുടെ വിഷ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു കാറ് റോബ് ചെയ്യുന്നു. ആൻഡ് ദെൻ ആ റോബ് ചെയ്യുന്ന കാർ ബിലോങ്സ് ടു എ റോബോസ്. സോ ദർ വെർ എ ലോട്ട് ഓഫ് ക്യാഷ്. അതാണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. സോ ബേസിക്കലി അതിൻ്റെ തീം എന്ന് പറയുന്നത് നോക്കിംഗ് ഓൺ ഹെവൻ സ്റ്റോറിന്റെ ബേസിക് തീം എന്ന് പറയുന്നത് ഇതാണ്. Allah, rutscht du rüber, oder soll ich jetzt dein Gehirn pusten oder was? So, jetzt reicht. It will help you a lot to improve your language and all. So basically ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. So cheers.